ഹലോ എൻ്റെ മക്കളെ, എല്ലാവരും എന്തിയേ? എല്ലാവരും ചായ കുടിക്കാനൊക്കെ പോയോ? അല്ല, മക്കൾ പെൺപിള്ളേരാരും എങ്ങും പോവില്ല, ഒരു വീട്ടിൽ കാണും. കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി പോകും, കൊച്ചു ചെറുക്കന്മാരൊക്കെ വീട്ടിൽ കാണും, വലിയവരൊക്കെ പോകും ചായ കുടിക്കാൻ. പിന്നെ ഇന്ന് ഞാൻ ചോറൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇലയപ്പം ഉണ്ടാക്കി തന്നെനിക്ക് മോള് കേട്ടാ. രാവിലെ ഇലയപ്പം ഉണ്ടാക്കി വെച്ചിട്ട് ഇന്ന് കോളേജിൽ പോകണമായിരുന്നു. പിന്നെ അവർക്ക് കൊല്ലത്ത് എന്തോ ഒരാവശ്യത്തിന് പോകണമായിരുന്നു. അങ്ങനെ അവർ മോളും മരുമോനും കൂടെ അവർ രണ്ടുപേരും കൂടെ പോയി. അങ്ങനെ 2 ഇലയപ്പം ഉണ്ടായിരുന്നു. എൻ്റെ മോൻ 4 മണി ഇട്ട് വന്നിട്ട് ഇത് കണ്ടില്ല കേട്ടാ. ഞാൻ വീഡിയോ എടുക്കാൻ വെച്ചിരുന്ന സാധനമായിരുന്നു. പിന്നെ അരി മേടിക്കാനൊന്നും പൈസയൊന്നും ഇല്ല. ചേട്ടന്മാരൊക്കെ എങ്ങനെയാ ബസ്സിനകത്തൊക്കെ പോയി പണി ചെയ്ത് കൊണ്ടുവരുന്നത്? എങ്ങനെയായ പൈസയൊക്കെ? ബസ്സിനകത്ത് പോകാൻ തന്നെ, ബസ്സെന്ന് പറയുമ്പോഴേ ഇപ്പം പേടിയാ എൻ്റെ കുഞ്ഞുങ്ങളെ. എൻ്റെ പൊന്നു മക്കളെ, ചേട്ടന് ഭാര്യമാരും ആങ്ങളമാരും മാമാരും എല്ലാം സത്യം പറഞ്ഞ ബസ്സിനകത്തൊക്കെ പോകുന്നത് സൂക്ഷിച്ചൊക്കെ പോണേ. ഒന്നോർത്ത് ബസ്സിനകത്ത് പോവാതിരിക്കുന്നതാണ് നല്ലത്. അതിനായിട്ട് വീഡിയോ എടുക്കാൻ 2-3 ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പറയാതിരിക്കാൻ പറ്റുന്നതുമില്ല. ഇത് പറഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞാൽ നമ്മളെ അടിച്ചു കൊല്ലാൻ വരികയും ചെയ്യും ആൾക്കാർ. പിന്നെ ഇവരുടെയൊക്കെ കൂട്ടത്തിൽ ഒരു കല്യാണത്തിനൊക്കെ പോകണം. അവരാരെ നോക്കൂല. ദൈവമേ, എല്ലാവരെയും ഇടിച്ച് മറിച്ചിട്ട് ചുരിദാറുള്ളവർക്കാണെങ്കിൽ ചുരിദാറും കാണൂല, ഷാളും കാണൂല, സാരിയും കാണൂല. എങ്ങനെയെങ്കിലും അവർ 24 മണിക്കൂറും തിന്നുന്ന ആഹാരങ്ങൾ കഴിക്കാനായിട്ട് അവർക്ക് കയറിയാൽ മതി. ആഹാരം കഴിച്ചാൽ ഇനി അവർ വീണ പോലും ചത്ത പോലും കെട്ട പോലും. ഇപ്പം ബസ്സിൽ കയറി ഒന്ന് മുട്ടിയെന്നും പറഞ്ഞുകൊണ്ടാന്നേ ദൈവമേ ആ ചേട്ടൻ ആ ഒരു കുഞ്ഞിനെ ആ ഭാര്യയെ എന്തിനാട്ടാ ആ അച്ഛനും അമ്മയൊക്കെ കളഞ്ഞിട്ട് പോയത്? ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കാനായാലും പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ചേട്ടൻ്റെ കൂടെ നിൽക്കാനൊക്കെ ഒത്തിരി ആൾക്കാരില്ലേ. തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ചേട്ടൻ ഇതിങ്ങനെ ഒന്നും നിൽക്കണ്ടായിരുന്നു. ചേട്ടൻ്റെ കുഞ്ഞിനെ ഒന്നും ഓർക്കണ്ടായിരുന്നോ? ഇനിയിപ്പോൾ പോയത് പോയി. സത്യം പറഞ്ഞാൽ ഇതിലൊക്കെ നമുക്ക് ആ രാഹുൽ ഈശ്വരി പറയുന്നതായിരുന്നു കറക്റ്റ് കാര്യങ്ങൾ. അയാൾ എന്തെങ്കിലും പറയുന്നെങ്കിൽ അയാളെ അടിച്ചു കൊല്ലാൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അന്നും അയാൾ പറയുന്നത് ശരിയായിരുന്നു, ഇന്നും പറയുന്നത് ശരി തന്നെ. എന്നാലും ഈ കൊച്ചു പിന്നെ മക്കളുടെ കാര്യങ്ങളൊക്കെ കുറേ കഷ്ടമാണ്. ഇനി അച്ഛനായാലും ചേട്ടനായാലും മാമന്മാരായാലും ആങ്ങളമാരായാലും ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. ഞങ്ങൾക്ക് ആങ്ങളമാരില്ല. എന്നാൽ നമുക്ക് ഭർത്താക്കന്മാരില്ലയോ? എന്താ വെച്ചാൽ എനിക്കൊരു ഭർത്താവുണ്ട്, എൻ്റെ ചേച്ചിക്കും അനിയത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ബസ്സിനകത്തൊക്കെ പോകുന്ന ആൾക്കാരില്ലയോ? പേടിയിപ്പം അവർക്ക്. ഇപ്പം ഇത് മൊബൈൽ എടുത്തവർക്ക് അവർക്ക് ഒരു പേടിയില്ല. എന്നുവെച്ചാൽ അവർക്ക് എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ഫോളോയൊക്കെ വാരിക്കോരി ആൾക്കാർ കൊടുക്കുന്നത്. അങ്ങനെയുണ്ട് ഇപ്പം കാലങ്ങൾ. തെറ്റ് ചെയ്തവരാ ശരി, തെറ്റ് ചെയ്യാത്തവർ ശരിയല്ല. പിന്നെ ദൈവം ചോദിച്ചോളും. പിന്നെ അതിൻ്റെ നിയമങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തോളും. എന്തായാലും ശിക്ഷ കിട്ടാതിരിക്കത്തില്ല. കുഞ്ഞുങ്ങളുടെയെങ്കിലും പ്രാക്ക് കേൾക്കാതിരിക്കത്തില്ല. ഇത്രയെങ്കിലും നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എൻ്റെ ചേട്ടന്മാരായാലും പിന്നെ മാമന്മാരായാലും എൻ്റെ മക്കളായാലും എൻ്റെ ഭർത്താവായാലും ശരി തന്നെ, ആരെന്തോ പറഞ്ഞാലും വീട്ടിൽ വന്ന് ഷെയർ ചെയ്യുകയോ എല്ലാവരുടെ അടുത്തും പറയുകയോ എടുക്കുകയോ ചെയ്യുക. വിഷമങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക. മരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതൊന്നും വേണ്ട. അങ്ങനെയൊന്നും ആരും ചെയ്യണ്ട. ഇന്ന് ഞാൻ വലസം തിന്നു കേട്ടാ. ഇനി വലസം തിന്നാനൊക്കെ ഓടി വാ. തേയിലവെള്ളം ഇട്ടില്ല, ചൂടുവെള്ളം ഉണ്ട്, അല്ലാത്ത ചൂടുവെള്ളം. ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വീഡിയോ. എന്താ ഇതിൻ്റെ മറുപടി ഇനി എന്തോ വന്നാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെയൊന്നും കമൻറ്റൊന്നും വരാറില്ല. ആരും ചിപ്പൊന്നപ്പുറം പറയാറില്ല. പിന്നെ ഇതൊക്കെ കേട്ടിട്ട് ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലും പറയുന്നെങ്കിൽ അത് കുഴപ്പമില്ല. ഇത് ഞാനങ്ങ് ക്ഷമിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു പോകുന്നതാ. ഒത്തിരി വിഷമങ്ങളുണ്ടാകുന്ന കാര്യം. നമുക്കും ഇല്ലേ ഭർത്താവും മോനും ഒക്കെ. അതുകൊണ്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ശരി എന്നാൽ.